അതെന്താ ഇന്റെ ഇത് ആരന്റെ അപ്പി കഴിക്കണ വെള്ളാണ് അതിനെ പറ്റിട്ട് അപ്പൊ ചെമ്മരീനെ നമ്മള് അങ്ങനെ തളച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താ പരിപാടി ഇവിടെ? ഗാന എന്താ ബംഗുവിന്റെ ഫേവറേറ്റ് ഏതാ സാധനം? എന്താ പറഞ്ഞോടുക്കേ? ഓൻ തുർക്കിഷ് മന്തി മാത്രമേ തന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടോ, ബംഗു ആണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഉണ്ടെന്ന് ഓനോട് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ കൊളായിട്ടുണ്ടെങ്കിൽ ഓനെ തല ഞാൻ നമ്മൾ എങ്ങോട്ടാ പോണെന്നുള്ള പറഞ്ഞു കൊടുത്തില്ലല്ലോ. അവിടെ നല്ല ഉറക്കമാണ്. ഫ്ലാറ്റ്. പിന്നെ നമ്മളെ ഇസുക്കാക്ക ഉണ്ട് അല്ല ഹിബ? ഇസുക്കാക്ക ഈസ് എ ടോട്ടനം ഫാൻ. ഗൈസ് അങ്ങനെ മന്തി ആയിരുന്നു കഴിച്ചതുള്ള ഹിബ. എന്തേന അവസ്ഥ? ഇതൊക്കെ ഗൈസ്. ഓ ഇതിന്റെ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? ഇവനൊരു മധുരമുള്ള മന്തിയാ ഗൈസ് പറഞ്ഞത്. മധുരം എങ്ങനെ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഇഷ്ടമായി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ലേ തോന്നി ഇവ മധുരമുള്ള മന്തി ഇവൻ പറഞ്ഞ കേട്ടോ, ടർക്കിഷ് മധുരമുള്ള എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല ഡീസോ അല്ലേ ചെങ്ങായി? ഏതാ ഗൈസ് ഇവന്റെ ടേസ്റ്റ് ബട്ട് നമ്മളെപ്പരം മാച്ച് ആവില്ല കേട്ടോ ഇപ്പൊ അല്ലേ? കേക്ക് ഇട്ടാണ് ബംഗു. എനിക്ക് മധുരമുള്ള അൽഫാം പറ്റും, നമുക്ക് നോർമൽ അൽഫാം പറ്റും. ഇതെന്തത്? ആയി ശരി, ക്യാമറ പിടിക്കാൻ വരാം. നെഹദി മന്തിയിലായിരുന്നു മന്തി വെച്ചതും. നല്ല അൽഫാം മന്തി ഉണ്ട് ഇവിടെ. ഈ ബംഗു പറഞ്ഞിട്ട് നമ്മള് തുർക്കിഷ് മന്തി വാങ്ങിയത്. അതിൽ മധുരിക്കും, എനിക്ക് തീരെ ഇഷ്ടമല്ല മധുരമുള്ള മന്തി. അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ. അങ്ങനെ പോയി നമ്മള് എവിടെ എത്തി ബംഗു? നമുക്ക് എന്താ പറ്റി വയ്യേ? ഇല്ലൂന് വയറിന് സുഖമില്ല, എന്നിട്ട് കിടക്കാണ്. ചുരത്തിലൊരു കക്കൂസ് ഉണ്ടാക്കിയാ നല്ലതായിരുന്നു ബംഗു ഇപ്പൊ ഒന്ന് പറഞ്ഞത്. പാലത്തിന്റെ മേലെ ലൈറ്റ് ഇനി നമുക്ക് മതി, കുറച്ചധികം നിർത്താം. ഇനി കുറച്ച് കക്കൂസുകൾ വരട്ടെ. വെറൈറ്റി ആൾക്കാർക്ക് എന്തായാലും പരിപാടി ഉപകാരപ്പെടും, മുതലാവും. എന്താ വെച്ചാൽ നമ്മള് രാവിലെ വരുമ്പോ നമുക്ക് എന്താ ബാത്റൂമിൽ പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മള് ടൂറ് പോണവർക്ക് ഇങ്ങനെ ഒരു ശൗചാലയം ഉണ്ടായാൽ നന്നായിരിക്കും. ചെയ്യാനൊക്കെ വേണ്ടിട്ട് ടൂറണ്ടേ? അപ്പതാ നമ്മള് ചുരം എത്തിക്കണം. ഇനി നമ്മള് ഡെസ്റ്റിനേഷൻ 5 മണിക്കാണ് കേട്ടോ. നമ്മള് പോണത് തിരുനെല്ലി ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പോണത്. തിരുനെല്ലി കണ്ടിട്ടില്ല ബംഗു, വെറുതെ ചെറുക്കാണ്. ആരും കണ്ടിട്ടില്ല, ഞാനും മാത്രം കണ്ടിട്ടുള്ളൂ തിരുനെല്ലി. അപ്പൊ നമ്മള് ഓലെ കൊണ്ടുപോവാണ്, കൂട്ടിക്കൊണ്ടുപോകണ ചടങ്ങാണ്. തിരുനെല്ലിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഈ ആദ്യ സമയം നമ്മളെ മമ്മി ഡാഡി ടൂറിലാണ്, പിന്നെ ഫലക്ക് ഫാമിലി ടൂറിലാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ നമ്മള് ചെക്ക് ഇൻ ടൈം വരുന്നത് ശരിക്കും 12 മണിയാണ്. പിന്നെ ഇത്രയും നേരം വയ്ക്കിയത് ഹിബ ഉണ്ടായതിനെ കൊണ്ടാട്ടോ. ഹിബാണ് നേരം വയ്ക്കിയത്. എത്ര മണിക്കൂറാ ഹിബ നേരം വയ്ക്കിയേ? ഇസു പറഞ്ഞത് 2 മണിക്കൂർ ഹിബ നേരം വയ്ക്കി. പിന്നെ 1/2 മണിക്കൂർ ബംഗു നേരം വയ്ക്കി. അത് പിന്നെ വേറെ എക്സെക്ക് കളി കാണുകയാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ തല വെക്കാൻ പറ്റുന്നില്ല, അവിടെ കാല് കിട്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 1/2 മണിക്കൂർ വണ്ടി നിർത്തിപ്പിച്ച് സൈഡാക്കി. അത് അങ്ങനെ ഒരു ഇത്. ഓക്കെ സംഭവം എന്ന് വെച്ചാല് ഹിബ ഭയങ്കര സീൻ. അപ്പൊ ഹിബനോട് ഞാൻ പറഞ്ഞേ, ഹിബ യു ആർ റിയലി മെസ്ഡ് അപ്പ്. നമുക്ക് ഹിബ പറയാം, അത് ഞാൻ പുതിയ മേക്കപ്പ് ഒക്കെ വാങ്ങിട്ടതിനെ കൊണ്ടാന്ന്. എന്താ പിന്നെ പാവാണ് ഹിബ. ഹിബന് നിഷ്കളങ്കതാണ് ഹിബന്റെ പ്ലസ് പോയിന്റ് അല്ലേ? ഓളെ നെഗറ്റീവ് പോയിന്റ് അതന്നെ. അതാ കോമഡി. നമ്മളെ എടുത്ത റിസോർട്ട് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ടൈമുള്ള ഒരു ബംഗു, യു നോ ദാറ്റ് വൈബ്. ആ വൈബം കിട്ടിയില്ലേ? ബംഗു കൈസ് ഉറങ്ങാണ് അവിടെ കിടക്കുന്നത്. ഏതാണ്ടവേ ഇതെന്താ കൈസ് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളെ പാർക്കൊക്കെ ഉണ്ട്. ബംഗു കളിക്കണോ? കളിക്കണോ ചോദിക്കാ? നമുക്കിതാ മിൽക്കോലോ അടിച്ചട്ടെ, അടിപൊളിയായിട്ടോ. ആർക്ക്? ഹിബക്ക് മിൽക്കോല. നമുക്കൊരു ബംഗുനപ്പൊ നാരങ്ങ സോഡ. ഈസുനോ? ഇസുക്കാക്കൊക്കെ എന്താ ചായ? ഇസുക്കാക്കൊക്കെ ചായ.
ഫസിക്കാക്കൊക്കെ ചായ, ഹിബക്ക് മിൽക്കാവില്. അപ്പൊ എണ്ണം കിട്ടി. 2 ചായയും 1 നാരങ്ങ സോഡയും അല്ലേ? മിൽക്കാവില് നമ്മള് വാങ്ങുന്നില്ല. ഹിബക്ക് ഒരു സാധനം വാങ്ങുന്നില്ല. ഹിബ നമ്മള് 2 മണിക്കൂർ നേരം വയ്ക്കുക. ഓള് മിൽക്കാവില് അടിച്ചു കുടിക്കട്ടെ. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ലൊക്കേഷൻ എത്താനായിട്ടുണ്ട്. ലൊക്കേഷൻ ഒരു പാട വരമ്പത്താണ്. നമ്മൾ വയനാട് എത്തി ഗൈസ്. നോക്കൂ, വാവ്, ഇത് വയനാടല്ല, ഇത് തിരുനെല്ലി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് അല്ലേ ബംഗു? എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? ഒന്ന് പറഞ്ഞു കൊടുക്കും. എൻജോയബിൾ ആണോ? എന്താണ് തണുപ്പ്? എങ്ങനെയാണ്? എത്ര ഡിഗ്രിയാണ്? 18. ഇവിടെ ഇസുക്കാക്ക ഉണ്ട്. കേക്ക് മാസ്റ്റർ ആണ്. താത്ത് തണുപ്പടിച്ചിക്കാണ്. എന്താ അവസ്ഥ ഗൈസ്? എല്ലാവർക്കും ഇസുക്കാക്കന്റെ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മൾ കേട്ടു. ഇനി നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ാണുള്ളത്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. പിന്നെ നമ്മളെ പ്രൈവറ്റ് ഏരിയ ഒന്ന് കാണിച്ചു കൊടുക്കും ബംഗു. ഒരു ഹാമോക്കോ, ഇതിനെന്താണ് ബംഗു പറയാ? ഹാമോക്കോ എന്താ പറയില്ല ഇതിന്? ഗൈസ് ബംഗു ഏതോ ഹോളിവുഡ് ലെവലാണല്ലോ ഗൈസ്. പിന്നെ നമുക്കത് അവിടെ ഇരുന്ന് ആടാം. അയ്യോ കണ്ടില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ആടാം. അടിപൊളി ഗൈസ്, നല്ല വൈബാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ 2 ആള്. ഹിബ തണുപ്പത് ഗൈസ്. ഇന്നലെ ഏതാ ഓർക്ക് ആരോ ഉറങ്ങാത്ത ആരാണ് ഗൈസ്. ഇന്ന് വൻ ഓർക്ക് ആരാ. ഗൈസ്, അപ്പൊ നമ്മള് വെറുതെ ഒന്ന് തിരുനെല്ലി, അവിടെ ഒരു ഉണ്ണിയപ്പക്കട ഉണ്ടല്ലോ, അങ്ങോട്ട് പോണ വഴി നൈസ് രസാട്ടോ. ഇവിടെ ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട് നമ്മളെ തിരുനെല്ലിന്റെ അടുത്ത്. അപ്പൊ അവിടെ ഇവർക്ക് എല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ ടയറിന് കാറ്റ് കുറവാണോ? കുറവാണല്ലോ. ഉണ്ടല്ലേ, കാണുമ്പോ തോന്നാല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അടിക്കാം. സീനില്ല, നമ്മളതിൽ മെഷീൻ ഉണ്ട് അടിക്കാൻ. കോളനി അക്കലട്ടോ ഹിബ. ഈ വെറും കോളനി വൈബാ ഹിബക്ക്. ഏതാ അവളെ വൈബ്? ഞാൻ അവിടെ ഇരുന്ന ആദ്യം. എങ്ങനെയുണ്ട് ഗൈസ്? എന്താ പരിപാടി ഇവിടെ? 2 അടി തുടങ്ങി ഗൈസ്. 2 തുടങ്ങി ഇവിടെ. അതെന്താ ഇന്റെ ഭാഗത്തേക്ക്? ഇത് ആരന്റെ അപ്പി കഴിക്കണ വെള്ളമാണ്. അതിനെ പറ്റിട്ടാ വരെ ഇവരൊരു അപ്പി വർത്താനാ ഗൈസ് എപ്പോഴും. കാറിൽ കയറി കക്കൂസ് തീട്ടം ഇത് എന്നല്ലാണ്ട് മിണ്ടു ലൈറ്റിങ്ങള്. പിന്നെ ഞാനും ക്യാമറമാനും നമ്മളൊരു പുതിയ കേക്ക് ഷോപ്പ് എടുക്കണ ഒരു കാര്യം നോക്കായിരുന്നു അല്ലേ? സെറ്റാണ്. നമ്മളൊരു മാന കണ്ടു. ഇനിയിപ്പോ ടൈഗർ, ലയൺ എല്ലാരും വരും. ലെറ്റ്സ് ഹോപ്പ് സോ. ഇവിടെ മാൻസ് ഇഷ്ടമാനുണ്ട്, വുമൻസ് ഇല്ല കേട്ടോ. ഇവ ഇവിടെ ഫെമിനിസം വളർന്നിട്ടില്ല, ഫുള്ള് മാനാന്ന് അല്ല ഇവ. കാട്ടിൽ വാഹനം നിർത്തരുത്, ഫൈൻ 2000. ആരടിക്കും? സാറടിക്കാൻ, ഞാൻ അടിക്കാം. ഇപ്പൊ ഇന്നലെ അവിടെ ഒരു വീടിന് നമ്മളവിടെ ഉള്ള കോട്ടേജിന് ഏറുമാടെന്നാ പേരിട്ട്. അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കണ ഏറുമാടെന്ന് ഇംഗ്ലീഷിലെഴുതി. ഹിബ പറയാ എരുമാടാമോന്ന് ഒരു സാധനം. ഹിബ ഉണ്ണിയപ്പക്കട ഒന്ന് വൈബ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇതായിട്ട് നമ്മളെ ഉണ്ണിയപ്പക്കട. ഇതിന് നേരെ പോയാൽ മൈസൂര് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എത്തില്ല. മൈസൂരാണ് എത്താം. കൂർഗ് പിന്നെ ബാംഗ്ലൂർ പോവാം. ഇതാണ് കുട്ട വഴി പോണ സ്ഥലമാണിത്. അതിൻ്റെ ഈ ജംഗ്ഷനിലാണ് കേട്ടോ. ഇവിടെ ആണ് ഉണ്ണിയപ്പക്കട ഉള്ളത്. ഫേമസ് ഉണ്ണിയപ്പക്കടന്റെ പേര് എന്തേലും റോഡാണ് മാറി. കുട്ടേട്ടൻസ് ഉണ്ണിയപ്പക്കടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പ മോഹം മൂഞ്ചിരിക്കുകയാണ്. ബിക്കോസ് അവിടെ
ജീപ്പേ ഇല്ല, നമ്മളതിലാണ് ക്യാഷ് ഇല്ല. നമ്മള് ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇല്ല. നമ്മളിപ്പോ റിസോർട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. എന്താ പരിപാടി വെച്ചാൽ പോയി കുളിക്കാൻ വേണ്ടി പോവാണ്. ആയിട്ടാ ഇവ ഇന്നലെ പോയിട്ട് ഇവനെ അളവെടുക്കാൻ വേണ്ടി വിട്ടിരുന്നു. ഇന്നലെ ഇവന് അതിനെ പറ്റിയുള്ള തിയോളജിക്കൽ സാധനങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പോയ ആ സൈഡിലും ഉണ്ട് കേട്ടോ പോയ. ആണ് നോക്കൂ, വാട്ട് ഈസ് ദിസ്, അടിപൊളി പോയ മോനെ. എവിടെ നമ്മൾ കുളിക്കാം? ആ അതാ അവിടെ നല്ല വെള്ളം ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ, നല്ല വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ആവാൻ നോക്കാം. എന്തോ തണുപ്പ് വെള്ളത്തിൽ ആയില്ല, തീരെ ആയില്ല. ഇതൊക്കെ ഇത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളം അടിയിൽ കാണുന്നതാ നോക്ക്. അടിപൊളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇസുക്കാക്ക? എങ്ങനെയുണ്ട് ഇസുക്കാക്ക? ഒരു കേക്ക് എടുക്കട്ടെ? ഇല്ല, ഇന്നലെ വിളിക്കേ? എപ്പോഴാണ് ഈ വിളിച്ചേ? ഗൈസ് അപ്പൊ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞു. ഗൈസ് ആ വ്യൂ പോയിന്റ് നോക്ക്, എന്താ രസം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി റൂമിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അങ്ങനെ നല്ല പുഴയിൽ പോയിട്ട് സൂപ്പർ ആയിട്ട് കുളിച്ചു. അപ്പൊ ദാ ഹിബയും മോളും ഇവിടെയുണ്ട്. എന്താ പരിപാടി? ഫോട്ടോഷൂട്ടാ? അപ്പൊ നമ്മള് വയനാട് നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മള് ഊട്ടിയിലേക്ക് പോവുകയാണ് ഗൈസ്. അത് മസനാംകുടി സ്വയം വഴി. അതെ, മസനാംകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. മസനാംകുഴി വഴി. ആ ശരി, മസനാംകുഴി വടി. മസനാംകുഴി വടി. ഞാൻ ഊട്ടിയിൽ വാടി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അതൊരു വല്ലാത്ത ബാക്കി അറിയാം. ഇവിടെയുള്ള ആർക്കും ഒരു ബുദ്ധിയില്ല. അത് വല്ലാത്ത എന്താ മോളെ, നിനക്ക് ഇതിന്റെ മാമനെ ഇഷ്ടമായോ? മാമൻ എന്താ ചുമക്ക് തട്ടി തരാ. അപ്പൊ നമ്മളിതാ മസനാംകുടി വഴിയുള്ള ബന്ദിപ്പൂർ. ആ മാന് കേറിയപ്പോ തന്നെ മാന് ഗൈസ് അവിടെ കണ്ടോ കാട്ടുപോത്തിന്റെ കൂട്ടം. ഇന്ന് ചാകരാണ് കേട്ടാ, ഇന്നിവിടെ ചാകരാണ്. നമ്മളിന്ന് മാനിനെ കണ്ട് കാട്ടുപോത്തിനെ കണ്ട് ഇനി കടുവനെ കൂടി കണ്ടാൽ ജീവിതം സാഫല്യമായി. കാടെത്തിയപ്പോ നമ്മളെ യാരമോള് ഉറങ്ങി. ഹായ് കുറങ്ങച്ചാ. ഇല്ല ഒരു ഫ്രോഡും കൂടി അവിടെ. ഗൈസ് അങ്ങനെ ദുർഘടമായ മസനാംകുടി ചുരം നമ്മളങ്ങനെ കടന്നിരിക്കുകയാണ്. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടല്ലേ, ബിക്കോസ് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ചുരമാണ്. ഇറങ്ങുമ്പോട്ടെ നമ്മൾ കയറുക ചെയ്തത്, പക്ഷെ അതിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ഡേഞ്ചറാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന ചുരമാണ്. സ്ഥലത്തെത്തിന് മരേനെ കണ്ടിട്ട് അവിടെ എന്റെ കയ്യിൽ ചെരുപ്പൊക്കെ ഉണ്ട്. വണ്ടാറോ എല്ലാ സാധനവും ഉണ്ട്. ഓ എന്നെ കാണിച്ചെടുക്ക, എനിക്ക് എന്താ പ്രത്യേകത? പൂക്കളോ? ചെരുപ്പും പൂക്കളും ഇവൾക്ക് പൂവൊക്കെ കൊടുത്ത്. ഹായ് ഗൈസ് നോക്ക്, നമ്മളങ്ങനെ വയനാട്ടിൽ നിന്ന് ഊട്ടിയിലെത്തിയപ്പോൾ നോക്ക് ചെമ്മരിയാടുകളുണ്ട്, പിന്നെ അരയന്നങ്ങൾ 3 അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. പിന്നെ നല്ല ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ വലുത് കാലം വെച്ച് കയറി. ഇതാണ് നമ്മളെ റൂം ഗൈസ്. നമ്മളാകെ 4 ആൾക്കാരേ ഉള്ളൂ, പക്ഷെ ബെഡിന്റെ എണ്ണം കാണിച്ചു തരാം. കുട്ടിക്ക് നല്ല തണുപ്പാണ് ഗൈസ്. ഇപ്പം 15-14 ഡിഗ്രിയാണ്. ഒരു ബെഡ് ഇവിടെ ഹിബിയും മോളും, 2 ബെഡ്. ഇത് ഞാനും മീ ആൻഡ് മീ. പിന്നെ ഇവിടെ നോക്ക് ബംഗുവിനൊരു ബെഡ് മേലെ ബങ്ക്. പിന്നെ നമ്മളെ ക്യാമറമാൻ ഇതാ ഇവിടെ വേറൊരു ബെഡ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ അല്ലേ? നൈസ് പ്രോപ്പർട്ടി അല്ലേ ഹിബ? തല അവിടെ മുട്ടേ. അത് ചെറിയ മക്കളതാണ്. ബംഗു ഇപ്പൊ അഡൽട്ടാണ് അല്ലടാ? അഡൽട്ട് ഓൺലി ആണ്. ബംഗു ഇപ്പൊ എ ആണ് അല്ലേ ഹിബ? അഡൽട്ട് ഓൺലി. അത് ഡ്രോണ്
എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആ കാല് ഞാൻ രാത്രി ഇവിടെ പൊളിക്കും. പൂ എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ഇതാ ഈ താഴെയുള്ള നമ്മളെ റൂം നൈസാണ്, ഇഷ്ടപ്പെട്ടു. ആ ചെമ്മരിയാടിനെ കയറ്റി, അത് അവിടുത്തെ ഹൈലൈറ്റ് അല്ലേ. ചെമ്മരിയാടിനെ കയറ്റി. ഇനി നമുക്ക് നാളെ രാവിലെ ചെമ്മരിയാടിനെ വെച്ചിട്ടൊരു കളി ഉണ്ട് അല്ലേ? നമുക്ക് ചെമ്മരിക്കളി വയസ്സുള്ളതാണ്. തണുത്തിട്ട് ഇങ്ങനെ തണുക്കും ഗൈസ്. കൈ ഊരി കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഒന്നായില്ല. ഇത് വേഗം തണുക്കും. ചുവന്ന കളറുണ്ടോ ബംഗുവിന്റെ കൈ? അപ്പൊ എനിക്ക് എവിടെ UK യിലും എവിടെ പോകാൻ കഴിയില്ല അല്ല, കാനഡയിലൊന്നും. എന്നിട്ട് നമ്മളെ നെല്ല് എക്യുപ്മെന്റ്സ് ഇല്ല അവിടെ. എക്യുപ്മെന്റ്സ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. അണ്ണൻ തനി നാടൻ കൊടുമല്ലോ മിനറ്റി. ഗൈസ് അപ്പൊ അങ്ങനെ റൂമിൽ വന്നിട്ട് നല്ല പൊരിഞ്ഞുറക്കിറങ്ങി. നല്ല തണുപ്പാണ്. ഇപ്പൊ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ എന്താ എല്ലാവർക്കും പരിപാടി? രാവിലെ എന്ത് ആക്കുവാ? എന്ത് ആക്കുവാ? റാബിറ്റിന് തൊടാൻ ഞാനെ വെച്ചോടുക്കടി. ചില്ലിങ് മോഡ് വീണ്ടും ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ചെമ്പരിയാട് കുട്ടൻ ഇതാ അല്ല ഹിബ. ചെമ്പരിയാടിനെ ഞാൻ കാണിച്ചു തരാം. ചെമ്പരി ഇതിന്റെ പേര് ചമ്മരി എന്നാണ് പേര്. ഹിബ ചപ്രി എന്നൊക്കെ പറയുന്നത്. ചമ്മരി എന്നാണ് ഇതിന്റെ പേര്. ചന്തിര ഭാഗത്ത് ഓടിപ്പിക്കല്ലേ ഒന്നുകൂടി. പെട്ടെന്ന് കൊതറിയാ നോക്കണേ. ചെമ്മരി ഇതിന് ഒരു പാട്ടുണ്ട്. ചെമ്മാരോ ചെമ്മരിയാരോ ചെമ്മരിയാടോ ചെമ്മരിയാ. ഗൈസ് അപ്പൊ ഇതാ ചെമ്മരീനെ നമ്മള് അങ്ങനെ തളച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? കുട്ടിശങ്കരനെ ഞങ്ങൾ തളച്ചു. അപ്പൊ ചെമ്മരി അഭിലാഷേ അങ്ങനെ നമ്മള് റിസോർട്ടിനോട് വിട പറഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഹിബ എന്തായിരുന്നു അവസ്ഥ? ഹിബ പറയൂ. ഇവൻ അടിപൊളിയാട്ടോ. അച്ഛാ ബൈ. അച്ഛാ ക്യാ നാം? രാജ്. ഓക്കെ എന്നാ ബൈ. हम चलेगा. ഓക്കെ ബൈ. നമ്മളെ ഊട്ടി പരിപാടികളും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം.